പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചുനീലാണ്ടൻ. അച്ഛൻ്റെ അമ്മാവൻ മരുമകനെ വിളിച്ചു. എടാ ഇങ്ങോട്ട് വാ. കൊച്ചുനീലാണ്ടൻ്റെ അച്ഛൻ അങ്ങോട്ട് ചെന്നു. കൊച്ചുനീലാണ്ടാ ഇവിടെ വാ. കാരണവർ അവനെയും വിളിച്ചു. അവനും അങ്ങോട്ട് ചെന്നു. അടുപ്പത്ത് നിന്ന് ആ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരൂ. അച്ഛൻ്റെ അമ്മാവൻ കൊച്ചുനീലാണ്ടൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മ അനുസരിച്ചു. ഇനിയൊരു പിഞ്ഞാണി എടുക്കൂ, കാരണവർ കൽപ്പിച്ചു. എന്തിനാ അമ്മാവാ? കൊച്ചുനീലാണ്ടൻ്റെ അച്ഛൻ ചോദിച്ചു. അതൊക്കെ പിന്നെ പറഞ്ഞു തരാം, പിഞ്ഞാണി കൊണ്ടുവാ. കൊച്ചുനീലാണ്ടൻ്റെ അമ്മ വലിയ പരന്ന ഒരു പിഞ്ഞാണി എടുത്തുകൊണ്ട് വന്നു. അച്ഛൻ്റെ അമ്മാവൻ പിഞ്ഞാണിയിലേക്ക് തിളച്ച വെള്ളം കുറച്ചെടുത്തൊഴിച്ചു. ആറട്ടെ, വെള്ളം തണുക്കട്ടെ, ഒരു വിദ്യ കാണിച്ചു തരാം, അദ്ദേഹം പറഞ്ഞു. എന്ത് വിദ്യയാണാവോ? കയ്യിൻ്റെ നീറ്റമാണെങ്കിൽ സഹിക്കണില്ല. വെള്ളം തണുത്തു. കാരണവർ പറഞ്ഞു. കൊച്ചുനീലാണ്ടാ, ഈ വെള്ളം കൊണ്ട് മുഖമൊന്ന് കഴുക്, ഇത്തിരി കുടിക്കുകയും ചെയ്തോ. കൊച്ചുനീലാണ്ടൻ്റെ ഹൃദയം പടപടാ മെടിച്ചു. പൊളിഞ്ഞിരിക്കുന്നു, സൂത്രമെല്ലാം പൊളിഞ്ഞു പാളീസായിരിക്കുന്നു. കാരണവർ എല്ലാം നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്താ മിണ്ടാതെ നിൽക്കണത്? കേട്ടില്ലേ? അദ്ദേഹം ഉറക്കെ ചോദിച്ചപ്പോൾ അവനൊന്ന് ഞെട്ടി. നീ ഇതിൽ നിന്നും 2 തുള്ളി നിന്റെ നാക്കത്തൊന്ന് ഇറ്റിച്ചു നോക്ക്, വൃദ്ധൻ മരുമകനോട് ആവശ്യപ്പെട്ടു. കൊച്ചുനീലാണ്ടൻ്റെ അച്ഛൻ പെരുവിരൽ വെള്ളത്തിൽ മുക്കി നേരെ നാവിൻ തുമ്പത്ത് വെച്ചു. ഹോ! എരിവ് സഹിക്കാനാവാതെ അദ്ദേഹം വിഷമിക്കുക തന്നെ ചെയ്തു. കൊച്ചുനീലാണ്ടൻ്റെ അമ്മയും പരീക്ഷിച്ചു നോക്കി. അത് തന്നെ ഫലം. കാരണവർ വിശദീകരിച്ചു. കൊച്ചുനീലാണ്ടൻ കാന്താരി മുളക് പറിച്ചെടുക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. അടുക്കളയുടെ പിന്നിലെ ജനലിൽ കൂടി ഞാൻ ഒളിഞ്ഞു നോക്കി. കാന്താരി മുളക് വെള്ളത്തിൽ കലക്കുകയാണ് ചെക്കൻ. എന്നിട്ട് അങ്ങനെ തന്നെ അടുപ്പത്തിരിക്കണ പാത്രത്തിലേക്ക് ഒറ്റ ഒഴിയാണ്. കൊച്ചുനീലാണ്ടന് തല ചുറ്റുന്നതുപോലെ തോന്നി. അവൻ പെട്ടെന്ന് താഴെയിരുന്നു. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങിയത് എത്ര പെട്ടെന്നാണ്. അച്ഛൻ ലീവ് കഴിഞ്ഞു പോവുകയാണ്. കൊച്ചുനീലാണ്ടന് എന്തെന്നില്ലാത്ത ദുഃഖം തോന്നി. അച്ഛൻ ജോലിസ്ഥലത്തു നിന്നും പുറപ്പെടുന്ന വിവരത്തിന് കത്ത് കിട്ടിയാൽ ഉത്സാഹത്തിമിർപ്പ് തന്നെ അനുഭവപ്പെടാറുണ്ട്. അച്ഛൻ വീട്ടിലെത്തിക്കഴിഞ്ഞാലോ എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു സ്ഥിതിവിശേഷം. അച്ഛൻ ശകാരിക്കാറുണ്ട്, അത്യാവശ്യത്തിന് പ്രഹരിക്കാറുമുണ്ട്. അപ്പോഴൊക്കെ ദേഷ്യവും തോന്നും. പക്ഷേ പെട്ടെന്ന് എല്ലാം പമ്പ കടക്കും. ഇപ്പോഴിതാ അച്ഛൻ്റെ അവധി തീർന്നിരിക്കുന്നു. തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നു. കൊച്ചുനീലാണ്ടൻ ദുഃഖിതനായി ഉമ്മർപ്പടിയും ചാരിയിരുന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി. ഹൈ ഹൈ